താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൂടത്തായി സ്വദേശി മോയിയാണ് അറസ്റ്റിലായത്. SDPIയുടെ നേതൃത്വത്തിൽ നടന്ന സംഘർഷത്തിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 24ആയി. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കണ്ടാലറിയാവുന്ന 350ഓളം പേർക്കെതിരെയാണ് ഫ്രഷ് കട്ട് സംഘർഷത്തിൽ കേസ് അന്ന് എടുത്തത്. പക്ഷേ ഇപ്പോൾ നിലവിൽ വെറും 24 പേർ മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും രോഹിണി, ഫ്രഷ് കട്ടിൽ SDPയുടെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായി അതിക്രമം നടത്തിയിട്ട് ഇന്നേക്ക് മാസങ്ങൾ പിന്നിടുകയാണ്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം 350-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പലർ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ് എടുക്കുക പോലും ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത് 24 പേർ മാത്രമാണ്. ഇതിൽ SDPI നേതാക്കൾ, അതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരടക്കമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത് ഈ വെളിമണ്ണ പള്ളിക്കണ്ടി സ്വദേശിയായിട്ടുള്ള മോയിയാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഈ അറസ്റ്റിലായിരിക്കുന്ന 24 പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി തന്നെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതായത് പോലീസിനെ ആക്രമിച്ചു, ഏകപക്ഷീയമായി ഫ്രഷ് കട്ടിൽ തീയിട്ടു, ഈ ഫ്രഷ് കട്ടിലെ ജീവനക്കാരെ വാഹനത്തിനുള്ളിൽ പെടുത്തിക്കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു. ഈ വകുപ്പുകളൊക്കെ ഇതൊക്കെ ചുമത്തിയാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനിയും നിലവിൽ ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ അക്രമത്തിന് ചുക്കാൻ പിടിച്ച SDPI പ്രവർത്തകരിൽ, SDPI നേതാക്കളിൽ പലരും ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, ഈ ഫ്രഷ് കട്ട് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ആളുകളെ മുന്നിൽ നിർത്തി, ആളുകളെ മറയാക്കിക്കൊണ്ടായിരുന്നു SDPI ഈ ഒരു സംഘർഷത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ, ചുക്കാൻ പിടിച്ച ഈ പ്രധാനിയായിട്ടുള്ള ബാബു, കുടുക്കിൽ ബാബു എന്ന് പറയുന്ന ആൾ ആ പ്രദേശത്ത് ഇപ്പോഴും അയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇയാൾക്കായി വലവിരിച്ച് പോലീസ് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ഈ ഫഹാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെ ഈ കേസിലെ പ്രധാനിയായിട്ടുള്ള കുടുക്കിൽ ബാബു, ഈ സമരത്തിനൊക്കെ നേതൃത്വം നൽകിയ കുടുക്കിൽ ബാബുവിനെ കുറിച്ച് ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഈ ഫ്രഷ് കട്ട് സമരം, ആ സമരത്തിന് പിന്നിൽ SDPI മാത്രമാണ്, മത മൗലികവാദ സംഘടനയായിട്ടുള്ള SDPI മാത്രമാണ് എന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ വാദം. പക്ഷേ അതിനുശേഷം തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മറ്റ് നിരോധിത സംഘടനകൾക്ക് പോലും ഈ ഇത്തരത്തിൽ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടത്തിയ അക്രമത്തിൽ പങ്കുണ്ട് എന്ന് ശരി,